ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് ഏപ്രിൽ 9 പോകുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ വിശകലനം, ഞാൻ നടത്തിയ ഒരു രാഷ്ട്രീയ വിശകലനത്തിൽ എനിക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് കാണുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു തരംഗമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. LDFന് അനുകൂലമായിട്ടോ BJPക്ക് അനുകൂലമായിട്ടോ ഒരു വലിയ തരംഗമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു അൺസർട്ടനിറ്റി, നമുക്ക് ഈ ഇലക്ഷൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ച് പറയുവാനും വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം തന്നെ മാറ്റി മറിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം LDF അല്ലെങ്കിൽ UDF എന്നുള്ള ആ ഒരു സങ്കല്പത്തിലാണ് കേരള രാഷ്ട്രീയം മുഴുവൻ ഇത്രയും കാലം മുന്നോട്ട് പോകുന്നത്. അതിന് വിരുദ്ധമായി കഴിഞ്ഞ തവണ മാത്രം രണ്ടാമതും LDF ഗവൺമെൻറ് വരുന്നു. മൂന്നാമതും LDF ഗവൺമെൻറ് വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു കാര്യം എന്തായാലും ഉറപ്പായി, ഇന്നത്തെ മെജോറിറ്റി LDF അധികാരത്തിൽ വന്നാലും കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഒരു 70 സീറ്റിനും 80 സീറ്റിനും ഇടയ്ക്കുള്ള ഒരു മെജോറിറ്റിയിൽ ഏതെങ്കിലും മുന്നണി വരുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ ഈ സ്വതന്ത്രന്മാരും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റായിട്ട് ജനിച്ചവരും രണ്ട് മുന്നണിയിൽ പെടാത്തവരും NDAയും ഒക്കെ ഒരു പക്ഷേ ഭരണത്തെ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം പോലും സൃഷ്ടിക്കപ്പെടാം. ഓരോ മുന്നണിയിലേക്കും നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഓരോ മണ്ഡലങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് മണ്ഡലങ്ങൾ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലൊന്ന് പാലക്കാടാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വിജയിച്ച് കയറിയ ഒരു മണ്ഡലമാണ്. ഒരുപക്ഷെ UDFന് വളരെ അപ്രാപ്യമായിരുന്ന ഒരു മണ്ഡലം രാഹുൽ മാങ്കൂട്ടം അവിടെ വളരെ ശ്രദ്ധേയമായൊരു വിജയം കാഴ്ചവെക്കുകയുണ്ടായി. പക്ഷേ ഇന്നത്തെ പിക്ചർ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് നടപടികളൊക്കെ, വളരെ ശക്തമായ നടപടികളൊക്കെ കോൺഗ്രസ് എടുത്തു. അതൊക്കെ ശരിയാണ്. പക്ഷേ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായ പ്രയോജനമൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ശോഭാ സുരേന്ദ്രൻ്റെ വിജയസാധ്യത വളരെ വളരെ കൂടുതലാണ്. പാലക്കാട്ട് കോൺഗ്രസിന് ഒരു സീറ്റ് നഷ്ടപ്പെടുകയും BJPക്ക് ഒരു സീറ്റ് കിട്ടുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ഇനി നമ്മൾ അമ്പലപ്പുഴയിലേക്ക് വന്നാൽ സുധാകരൻ 60 വർഷത്തോളം മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാമായിരുന്ന പല നേതാക്കന്മാരിലൊരാൾ. നമുക്കറിയാം സുധാകരൻ്റെ രാഷ്ട്രീയ ചരിത്രം എല്ലാവർക്കും അറിയാം. സുധാകരൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. സുധാകരന് ഒരുപാട് പാർട്ടി വോട്ടുകളൊക്കെ അങ്ങ് മറിഞ്ഞു കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഒരു 20% ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരുടെ വോട്ട് ലഭിച്ചാൽ പോലും സുധാകരൻ വിജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു മണ്ഡലം, ഞാൻ സ്റ്റഡി നടത്തിയ ഒരു മണ്ഡലമാണ് ആറന്മുള. ആറന്മുളയിലെ വീണ ജോർജിൻ്റെ നില വളരെ പരുങ്ങലിലാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അവിടെ വീണ ജോർജ് പരാജയപ്പെടാനുള്ള, ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള വീണ ജോർജ് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് എൻ്റെ ഒരു അന്വേഷണത്തിൽ ലഭിച്ച ഉത്തരം. അതുപോലെ തന്നെ നമുക്കറിയാം, ഗണേഷ് കുമാർ പത്തനാപുരത്തു നിന്നും എന്തൊക്കെ വ്യക്തിപരമായ കോൺട്രവേഴ്സി വന്നാലും വലിയ വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിച്ചുകൊണ്ടിരുന്ന ഗണേഷ് കുമാർ ഇത്തവണ ജയിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ജയിച്ചാലും വളരെ നേരിയ ചെറിയൊരു ഭൂരിപക്ഷം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടാവൂ. അവിടെ വളരെ പതിവിന് വിരുദ്ധമായി ശക്തമായ ഒരു മത്സരം നടക്കുകയാണ്. ഏതായാലും തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ നേമത്ത് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ കണക്കുകൂട്ടൽ. അങ്ങനെ വരുമ്പോൾ BJPക്ക് ഒരു സീറ്റ് അവിടെ ഉണ്ടാവും. അതുപോലെ പാലക്കാട്ട് ശോഭാ സുരേന്ദ്രനും സാധ്യതയുണ്ട്. മഞ്ചേരിയിൽ സുരേന്ദ്രന് ഇതുപോലെ വിജയസാധ്യതയുള്ളൊരു മണ്ഡലമാണ്. BJPക്ക് വിജയസാധ്യതയുള്ളൊരു മണ്ഡലമാണ് മഞ്ചേരി. അപ്പം മഞ്ചേരിയിലും തിരുവനന്തപുരത്തും പാലക്കാട്ടും വിജയിക്കാനായാൽ ഒരു പക്ഷേ BJPക്ക് സംസ്ഥാന ഭരണത്തിന് നിർണായകമായൊരു പങ്ക് വഹിക്കാനുള്ള സാഹചര്യം ഒരു പക്ഷേ ഉരുത്തിരിഞ്ഞു വരാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, BJPയുടെ സ്ഥാനാർത്ഥികൾ ഇത്തവണ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് 2031 തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ വളരെ നിർണായകമായൊരു പങ്ക് വഹിക്കാൻ BJP നേതൃത്വം നൽകുന്ന മുന്നണിക്ക് കഴിയും. BJPയിലേക്കുള്ള 2020 കടന്നുവരവും
എറണാകുളത്ത് ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ ഇടവരുത്തും എന്നാണ്. ഒരുപക്ഷെ ഒരു സീറ്റോ അങ്ങനെ വിജയിച്ചാൽ, കുന്നത്ത് നാട്ടിലോ മറ്റോ ഒരു സീറ്റ് വിജയിച്ചാൽ പോലും അത്ഭുതമില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ സാഗൂതം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. രാഷ്ട്രീയത്തിലെ വളരെ വർഷങ്ങളായിട്ട് വളരെ സൂക്ഷ്മമായ വിശകലനവും ഒക്കെ നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് എനിക്ക് ഈ ഇലക്ഷനെ ഇങ്ങനെ വിലയിരുത്താൻ കഴിയുക. അതോടൊപ്പം തന്നെ ഊതി വീർപ്പിച്ച ചില കണക്കുകളും ഒക്കെ ചില മണ്ഡലങ്ങളിലുണ്ട്. പൂഞ്ഞാറ്, പാല ഈ രണ്ടിടങ്ങളിലും BJPക്ക് അടിസ്ഥാനപരമായി അധികം വോട്ടുള്ള മണ്ഡലങ്ങളല്ല. എ ക്ലാസ് മണ്ഡലമോ BJP പറയുന്നത് പോലെയുള്ള എ ക്ലാസ് മണ്ഡലമോ B ക്ലാസ് മണ്ഡലമോ ഒന്നും അല്ല. അവിടെ കുറേ പണത്തിൻ്റെ കൊഴുപ്പും ഒക്കെ ചിലവാക്കി വലിയ മുന്നേറ്റമാണ്, ത്രികോണ മത്സരമാണ് എന്നൊക്കെ പറയുമ്പോൾ പാലായിലൊരു ത്രികോണ മത്സരമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പാലായിൽ മാണി സി കാപ്പനും ജോസ് കെ മാണിയും തമ്മിലുള്ള മത്സരമാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. ഷോൺ ജോർജ് വോട്ട് പിടിക്കും. തീർച്ചയായിട്ടും BJPക്ക് 10,000-20,000 താഴെ വോട്ടുള്ള മണ്ഡലത്തിൽ അദ്ദേഹം ഒരു 35,000 വോട്ട് വരെയൊക്കെ ചിലപ്പോൾ പിടിച്ചെന്ന് വരാം. പൂഞ്ഞാറിലും BJPക്ക് അടിസ്ഥാന വോട്ടില്ലെങ്കിലും PC ജോർജ് കുറേ അധികം വോട്ടുകൾ പിടിക്കും എന്നുള്ളത് ശരിയാണ്. പക്ഷേ സിറ്റിംഗ് MLA സെബാസ്റ്റ്യൻ കുളത്തെങ്കിലാണ് ഇവിടെ സാധ്യത. UDFിൻ്റെ സ്ഥാനാർത്ഥിയും ഈ അവസാന ലാപ്പിൽ ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ PC ജോർജിൻ്റെ രാഷ്ട്രീയ ഭാവിയെ വളരെ നിർണായകമായി ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം ഇവിടെ ഒരിക്കലും സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഒരിക്കലും വിജയിക്കുവാനുള്ള ആവശ്യമായ വോട്ട് ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം നമുക്ക് നൽകും. ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഷോൺ ജോർജ് പരാജയപ്പെട്ടാൽ പോലും അദ്ദേഹത്തിന് പാലാ പോലെ ഒരു മണ്ഡലത്തിൽ കൂടുതൽ വോട്ടുകൾ കൈവശപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് NDAയുടെ ഒരു വിജയമാണ്, ഷോണിൻ്റെയും വിജയമായിട്ട് വേണം നമുക്ക്